NSS SNDP ഐക്യനീക്കം പൊളിഞ്ഞത് BDJS-നെ പിന്തുണയ്ക്കണം എന്ന ആവശ്യത്തിൽ. BDJS മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ പിന്തുണ വേണമെന്നായിരുന്നു SNDP-യുടെ ആവശ്യം. തുഷാർ വെള്ളാപ്പള്ളിയെ ദൂതനാക്കിയത് ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു. സുകുമാരൻ നായർ തന്നെയായിരുന്നു NSS കൗൺസിലിൽ ഈ വിഷയം അവതരിപ്പിച്ചത്. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, ഈ ഐക്യനീക്കത്തിന് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യം G. സുകുമാരൻ നായർ തിരിച്ചറിയുന്നു. ഒരു വിലപേശലുണ്ടാകും എന്നത് മുൻകൂട്ടി കണ്ടാണോ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക്? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐക്യനീക്കത്തിൽ നിന്ന് പിന്നോട്ട് പോയത് NSS. ഇത് തീർച്ചയായും, അതായത് ഈ ഒരു ഐക്യശ്രമം BDJS-ന് അവസരം. വിജിൻ, കേൾക്കാമോ? NSS SNDP ഐക്യനീക്കം പൊളിഞ്ഞത് BDJS-നെ പിന്തുണയ്ക്കണം എന്ന ആവശ്യത്തിന്മേലാണ്. BDJS മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ പിന്തുണ വേണം എന്നായിരുന്നു SNDP-യുടെ ആവശ്യം. തുഷാർ വെള്ളാപ്പള്ളിയെ ദൂതനാക്കിയത് ഇതിന്റെ ഭാഗമായി കൂടിയായിരുന്നു. G. സുകുമാരൻ നായർ തന്നെയായിരുന്നു NSS കൗൺസിലിൽ ഈ വിഷയം അവതരിപ്പിക്കുകയും ചെയ്തത്. ഇന്നലെ ചേർന്ന NSS ബോർഡ് യോഗത്തിലാണ് ഐക്യം വേണ്ടതില്ലാതെ പ്രായോഗികമല്ല എന്ന ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നത്. അടിസ്ഥാന തത്വങ്ങൾ, അടിസ്ഥാന മൂല്യങ്ങൾ അതിൽ നിന്ന് വ്യതിചലിക്കാൻ കഴിയില്ല എന്നുകൂടി യോഗത്തിൽ തീരുമാനമെടുക്കുകയായിരുന്നു. ഇതിൽ ചർച്ചയ്ക്കായി BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയെ നിയോഗിച്ചതിന് പിന്നിലും ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന് വിലയിരുത്തുകയായിരുന്നു NSS. വിജിൻ തുടരുന്നുണ്ട്. വിജിൻ, കേൾക്കാമോ? ഇത് തീർച്ചയായും, അതായത് NSS SNDP ഐക്യം അത് BDJS-ന് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഒരുക്കാനാണോ എന്ന സംശയം അത് NSS-നുണ്ടാക്കി. ഒപ്പം തന്നെ തുഷാർ വെള്ളാപ്പള്ളി NSS-മായി ചർച്ച നടത്താനുള്ള ദൂതനായി SNDP നിശ്ചയിച്ചിരുന്നു. ഇതും ഒരു രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായാണോ എന്ന സംശയമുണ്ടായി. BDJS-ന്റെ സംസ്ഥാന അധ്യക്ഷനും NDA സംസ്ഥാനത്തിന്റെ അധ്യക്ഷനും കൂടിയാണ്, NDA-യുടെ കൺവീനർ കൂടിയാണ് നിലവിൽ തുഷാർ വെള്ളാപ്പള്ളി. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു രാഷ്ട്രീയ നീക്കമുണ്ടോ എന്ന സംശയം NSS-നുണ്ടായി, പ്രത്യേകിച്ച് സുകുമാരൻ നായർക്കുണ്ടായി. ആ നീക്കം മുന്നിൽ കണ്ടാണ് നിലവിൽ BDJS-നെ സഹായിക്കണം എന്നുൾപ്പെടെയുള്ള ആവശ്യം കൂടി SNDP ഉന്നയിച്ചതോടെ ഇങ്ങനെയൊരു സഖ്യം അതൊരു രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമാണ് എന്ന് സുകുമാരൻ നായർ തിരിച്ചറിയുകയായിരുന്നു. അങ്ങനെ സുകുമാരൻ നായർ തന്നെയാണ് കൗൺസിലിലും ഒപ്പം തന്നെ ഡയറക്ടർ ബോർഡിലും ഈ സഖ്യത്തിൽ നിന്ന് പിന്മാറാമെന്നുള്ള തീരുമാനം അറിയിച്ചത്. അത് കൗൺസിൽ അംഗങ്ങളും ഒപ്പം തന്നെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളും അംഗീകരിക്കുകയായിരുന്നു. എന്തായാലും BDJS-ന് അനുകൂല സാഹചര്യം ഒരുക്കിയാൽ BJP അത് മുതലെടുക്കും എന്നുള്ള തിരിച്ചറിവും NSS-ന് ആ ഘട്ടത്തിൽ ഉണ്ടായി. അങ്ങനെ ഒരു വിലപേശൽ G. സുകുമാരൻ നായരുമായി നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണോ മനസ്സിലാകുന്നത്? തീർച്ചയായും, അതായത് BDJS-ന് അനുകൂലമായി സഹകരണം ഉണ്ടാകണം എന്നുള്ളതാണ് NSS-നോട് SNDP ആവശ്യപ്പെട്ടത്. നിലവിൽ BDJS-ന് വലിയ സ്വാധീനമില്ല. പക്ഷേ മറ്റ് സ്ഥലങ്ങളിൽ ഉൾപ്പെടെയുള്ള മേഖലകളിൽ NSS-ന്റെ കൂടി സഹായം ലഭിച്ചാൽ അത് BDJS-ന് സഹായമാകും എന്നുള്ള നിലപാടാണ് നിലവിൽ തുഷാർ വെള്ളാപ്പള്ളിയെ ദൂതനാക്കി നിശ്ചയിക്കാനുള്ള ഒരു തീരുമാനത്തിലൂടെ SNDP കൈക്കൊണ്ടത്. അങ്ങനെ ഒരു നീക്കം BDJS-ന്റെയും ഒപ്പം തന്നെ SNDP-യുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായതോടെയാണ് ഒരു രാഷ്ട്രീയ നീക്കത്തിന് നിന്നുകൊടുക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് സുകുമാരൻ നായർ പോയത്. അതിന്റെ ഭാഗമായിട്ടാണ് സുകുമാരൻ നായർ തന്നെ ഇക്കാര്യത്തിൽ ഇടപെടുകയും അങ്ങനെ ഒരു സഖ്യം ഇനി വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു. നമ്മൾ നേരത്തെ കരുതിയിരുന്നത് പോലെ ഡയറക്ടർ ബോർഡ് മെമ്പർമാരുടെ ഒക്കെ എതിർപ്പ് പരിഗണിച്ചുകൊണ്ടുള്ള ഒരു മാറ്റമല്ല ഉണ്ടായിട്ടുള്ളത്. സുകുമാരൻ നായർക്ക് തന്നെ ഇക്കാര്യം അറിയാമായിരുന്നു. സമദൂരം എന്ന നിലപാട് എല്ലാ കാലത്തും NSS സ്വീകരിക്കാറുണ്ട്. അങ്ങനെ സ്വീകരിക്കുമ്പോഴും ചില ഘട്ടങ്ങളിൽ ചില മേഖലകളിൽ LDF-നെയും UDF-നെയും പരോക്ഷമായി NSS പിന്തുണക്കാറുണ്ട്. പക്ഷേ BJP-യുമായി ഒരു കാലഘട്ടത്തിലും അടുക്കുന്ന നിലപാട് NSS സ്വീകരിച്ചിട്ടില്ല. ഒപ്പം തന്നെ BJP-യെ അകറ്റി നിർത്തുന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. SNDP-യുമായ ഒരു ഐക്യമുണ്ടാവുകയും BDJS-ന് അനുകൂലമായ സാഹചര്യം ഒരുക്കുകയും ഒക്കെ ചെയ്താൽ അത് BJP-യാണ് പരോക്ഷമായി അതിൽ നിന്ന് ലാഭമുണ്ടാക്കുക. BJP രാഷ്ട്രീയപരമായി ഇക്കാര്യത്തിൽ ലാഭമുണ്ടാക്കും എന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് SNDP-യുമായുള്ള പൂർണ്ണമായ ഈ സഹകരണം സഖ്യമെന്ന നീക്കം സുകുമാരൻ നായർ തന്നെ നേരിട്ട് അവസാനിപ്പിച്ചത്. ഇക്കാര്യം കൗൺസിലിനെയും ഒപ്പം തന്നെ ഡയറക്ടർ ബോർഡിനെയും സുകുമാരൻ നായർ തന്നെയാണ് അറിയിക്കുകയും ചെയ്തത്. ദിവ്യ.